സാധാരണ നിങ്ങൾ വിചാരിക്കും പോലെ പ്രത്യേകമായൊരു വിഷയത്തിൽ പത്രസമ്മേളനത്തിന് മുതിർന്നതല്ല. പത്രമാധ്യമ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ചാനൽ റിപ്പോർട്ടർമാർ, പലവിധത്തിലുള്ള സംശയങ്ങളിൽ അവരവരുടെ ആളുകൾക്ക് പ്രത്യേകമായി കാണണമെന്ന പല നിർദ്ദേശങ്ങളുണ്ടായ ഒരു ഘട്ടത്തിൽ ഓരോന്നോരോന്നായി നിർവഹിക്കേണ്ട ഒരുമിച്ച് കാണാം എന്ന് കരുതി ചില വിഷയങ്ങൾ അതത് സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമോ എന്ന പേടി കൂടി ഒഴിവാക്കാൻ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്ന് വെളിച്ചം വീശാൻ ആവശ്യമായിട്ടുള്ള ഒരു പരസ്പര സംസാരമാണിപ്പോൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. വയനാട്ടിലെ ദുരന്തത്തിന് ശേഷമുള്ള പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പരമാവധി വേഗത്തിൽ ചില പ്രധാനപ്പെട്ട കടമ്പകൾ കടക്കാൻ ഔപചാരികമായിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ പരമാവധി വേഗത്തിൽ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തന്നെയാണ് ഗവൺമെൻറ് നടത്തുന്നത് എന്നാണ് പൊതുവായി സർക്കാരിന് തോന്നുന്ന ഒരു കാര്യം. അവിടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് അഥവാ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കുറഞ്ഞോ എന്ന് സ്വാഭാവികമായിട്ടും മാസം എണ്ണി നോക്കുന്ന ചില ആളുകൾക്ക് തോന്നാവുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് ശരിയായിരിക്കാം. എന്നാൽ വളരെ കൃത്യമായി ദുരന്തം നടന്നത് മുതലുള്ള ടൈം ടേബിൾ എടുത്ത് കലണ്ടർ വെച്ച് നോക്കിയാൽ ആ പ്രവർത്തനങ്ങളിൽ ഒരു വൈകല്യമില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ ജൂലൈ 30 കഴിഞ്ഞാൽ 17 ക്യാമ്പുകളിലായി താമസിക്കപ്പെട്ട ആളുകളെ ഏറ്റവും വേഗത്തിൽ ആഗസ്റ്റ് 23-ാം തീയതി വൈകുന്നേരമാകുമ്പോഴേക്ക് എല്ലായിടത്തു നിന്നും വാടക വീടുകളിലേക്കോ ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്കോ മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ആഗസ്റ്റ് 23-ന് അവിടെ സന്ദർശിച്ച ബഹുമാനപ്പെട്ട അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ആലോചനാ യോഗത്തിൽ ദുരന്തബാധിതരായ എല്ലാവരും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്ന നീറുന്ന വേദനയാണ്. ദൈവം പലതായി ഞങ്ങളെ പിരിച്ചു, ഇനിയും ഞങ്ങൾക്ക് പുനരധിവാസ കേന്ദ്രങ്ങളിലെങ്കിലും ഒറ്റപ്പെടാനാകില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം എന്ന ഒരു പൊതു പ്രശ്നമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 30-നാണ് ദുരന്തമുണ്ടായതെങ്കിൽ 62 ദിവസം കഴിഞ്ഞ് ഒക്ടോബർ 3-ന് തന്നെ അവിടെ ഏറ്റവും സുരക്ഷിതമെന്ന് ജോൺ മത്തായി കണ്ടെത്തിയിട്ടുള്ള 2 എസ്റ്റേറ്റുകൾ തത്വത്തിൽ ഏറ്റെടുക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനമുണ്ടായി. ഒക്ടോബർ 4-ന് തന്നെ ഗവൺമെൻറ് ഉത്തരവായി ഇൻ പ്രിൻസിപ്പൽ സാങ്ഷനായി ഭൂമി ഏറ്റെടുക്കാനുള്ള 2 എസ്റ്റേറ്റുകളുടെ കാര്യത്തിൽ ഔപചാരികമായിട്ടുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. ഒക്ടോബർ 4-ന് പുറത്തിറങ്ങിയിട്ടുള്ള ജിയോ പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് മറ്റ് തടസ്സം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴേതാണ്ട് വീടുകളുടെ ഡിൻഡർവാൽക്കൽ നടപടികൾ വരെ പൂർത്തിയാകുമായിരുന്നു എന്നാണ് കണക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്തുവാകട്ടെ, അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ കോടതി അവസാനം തീരുമാനം പറഞ്ഞത് 2.5 മാസത്തിന് ശേഷം ഡിസംബർ 27-നാണ്. ഡിസംബർ 27-ന് തീരുമാനമുണ്ടായി 4 ദിവസം കൊണ്ട് ജനുവരി 1-ാം തീയതി ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ ഉൾപ്പെടെ അവിടെ പണിയാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രൂപരേഖ അടക്കമുള്ള സകല പരിപാടികളും പൂർത്തീകരിക്കാനായി. പക്ഷെ നമുക്കുണ്ടായിരുന്നൊരു പ്രശ്നം, സ്വാഭാവികമായിട്ടും ഒരു ഏരിയൽ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി ഫിസിക്കലായ ടെസ്റ്റ് നടത്താൻ നിൽക്കുമ്പോഴാണ് കോടതി ഇടപെടുകയും ഫിസിക്കലായിട്ടുള്ള വെരിഫിക്കേഷൻ ഒരു കാരണവശാലും പാടില്ല എന്ന വിധത്തിൽ സ്റ്റേ അന്ന് കോടതി കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബർ 27-ാം തീയതി ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ അവസരം കിട്ടിയ സാഹചര്യത്തിൽ അതിവേഗം ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ ആ ഭൂമിയിൽ നടത്തേണ്ട ടോപ്പോഗ്രാഫിക്കൽ സർവേ, ജിയോളജിക്കൽ സർവേ, ഹൈഡ്രോളജിക്കൽ സർവേ, ഈ 3 സർവേകളും ഫീൽഡ് വിസിറ്റും പൂർണ്ണമായി പൂർത്തീകരിച്ചു. അതുമാത്രമല്ല, ഈ 2 മാസക്കാലത്തിനിടയിൽ ആ 2 എസ്റ്റേറ്റുകളുടെയും സോയിൽ ടെസ്റ്റും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ കരുതുന്നത് ഫീൽഡ് സർവേയും പൂർത്തീകരിച്ച് ഒരുപക്ഷെ LARR 2013-ൻ്റെ അനുസരിച്ചുള്ള നഷ്ടപരിഹാര തുക കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണ്. അവിടെ ഉണ്ടാകുന്ന ഭൂമി അളവെടുക്കണം. ഭൂമി അളവെടുക്കുമ്പോൾ തന്നെ നേരത്തെ അവിടെ താമസിക്കുന്നവരും നേരത്തെ ഈ എസ്റ്റേറ്റുകളിൽ ഏതെങ്കിലും വിധത്തിൽ ബാധ്യതയുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി ബാധ്യതാരഹിതമായിട്ടുള്ള ഭൂമി പ്രത്യേകമായി സർവേ ചെയ്യണം. ബാധ്യതയുള്ളൊരു ഭൂമിയും ഏറ്റെടുക്കുന്നില്ല, അവിടെ താമസിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അവിടുത്തെ ഏതെങ്കിലും വിധത്തിലുള്ള
അവർ ഈട് കൊടുത്ത സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ബാധ്യതാരഹിത സ്ഥലങ്ങൾ കണ്ടെത്തണം, ആ സ്ഥലങ്ങളുടെ വാല്യുവേഷൻ നിശ്ചയിക്കണം, അവിടെയുള്ള ഇലകളുടെയും ചെടികളുടെയും കെട്ടിടങ്ങളുടെയും വാല്യുവേഷൻ എടുക്കണം. ഇതെല്ലാം പൂർത്തീകരിച്ചു. 15 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നടപടികൾ ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് തോന്നുന്നത്.